ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO, ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ബ്രഡികാർഡിയ. നമ്മുടെ ഹാർട്ടിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 60നും 100നും ഇടക്കാണ്. ഈ 60ൽ താഴെ വരുമ്പോഴാണ് ഇതിന് ബ്രഡികാർഡിയ എന്ന് പറയും. 100ന് മുകളിൽ പോവുകയാണെങ്കിൽ അതിന് ടക്കികാർഡിയ എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ബ്രഡികാർഡിയനെ പറ്റിയാണ്. അപ്പോൾ കാസസ് ഓഫ് ബ്രഡികാർഡിയ, ആദ്യമായിട്ട് കാസസ് ഓഫ് ബ്രഡികാർഡിയ. അപ്പോൾ അത് രണ്ട് തരം ഉണ്ട്. ഒന്ന് ഫിസിയോളജിക്കൽ ആൻഡ് പാത്തോളജിക്കൽ. ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ അതിന് കാര്യമൊന്നുമില്ല, വേറെ അസുഖങ്ങളുടെ ഒരു പരിണിത ഫലമല്ല ഈ ബ്രഡികാർഡിയ. പക്ഷേ വേറെ ഉള്ളത് ഈ പാത്തോളജിക്കൽ എന്ന് പറയുമ്പോൾ അതിന് വേറെ ഏതെങ്കിലും അസുഖത്തിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഈ ബ്രഡികാർഡിയ വരുന്നത്. അപ്പോൾ ഫിസിയോളജിക്കൽ ബ്രഡികാർഡിയ ഒന്ന് ഈ ഏജ് കൂടുന്തോറും ഇച്ചിരി ഹാർട്ട് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഭയങ്കരമായിട്ട് കായികാഭ്യാസമുള്ളവർക്ക്, ഉദാഹരണത്തിന് ഈ ടെന്നീസ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ മാരത്തോൺ റേസിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ട് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്നവർക്ക്, ഇപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ ലേ ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ട് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു അസുഖമേ അല്ല, അതവരുടെ നോർമൽ ഹാർട്ട് റേറ്റ് ആണെന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പാത്തോളജിക്കൽ ബ്രഡികാർഡിയ എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടുവരാം. അതിനെ ഉണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കാർഡിയാക് കാസസ്, രണ്ട് നോൺ കാർഡിയാക് കാസസ്. കാർഡിയാക് കാസസ് ഓഫ് ബ്രഡികാർഡിയ ഒന്ന് ഹാർട്ട് ബ്ലോക്ക്, കാർഡിയോമയോപ്പതി, അതുപോലെ തന്നെ ഹാർട്ട് വാൽവ് പ്രോബ്ലംസ്, AS, എട്രിയൽ സ്റ്റിനോസിസ്, MS, മൈട്രൽ സ്റ്റിനോസിസ്, ഇതുപോലുള്ള കാര്യങ്ങളിലും ചിലപ്പോൾ ബ്രഡികാർഡിയ വരാം. മയോകാർഡിയൽ ഇൻഫാർഷൻ, എൻഡോകാർഡൈറ്റിസ്, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ചിലപ്പോൾ നമുക്ക് ഈ ബ്രഡികാർഡിയ ഉണ്ടാകാം. അതുപോലെ തന്നെ പ്രഷറിന് കൊടുക്കുന്ന ഇനി പറയാൻ പോകുന്നത് കാർഡിയാക് പ്രോബ്ലംസ് അല്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന് ചില മരുന്നുകൾ കഴിക്കുന്നവർക്ക്, ഒന്നാമതായിട്ട് ബീറ്റ ബ്ലോക്കേഴ്സ് കഴിക്കുന്നവർക്ക്, ചിലപ്പോൾ ഈ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കഴിക്കുന്നത്, ഇതെല്ലാം പ്രഷറിന് കൊടുക്കുന്ന മരുന്നുകളാണ്. പിന്നെ ഡിയോക്സിൻ മരുന്ന് കൊടുക്കുന്നവർക്കും ചിലപ്പോൾ ബ്രഡികാർഡിയ ഉണ്ടാകാം. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോൺ കുറയുന്നതിനാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം വരുമ്പോഴും ചിലപ്പോൾ ഈ ബ്രഡികാർഡിയ ഉണ്ടാകാം. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അപ്പോൾ ഇവിടെ ഈ ബ്ലഡിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കൂടി പോവുകയാണെങ്കിൽ, ബ്ലഡിൽ പൊട്ടാസ്യം കൂടുകയാണെങ്കിൽ ചിലപ്പോൾ ബ്രഡികാർഡിയ വരാം. അതുപോലെ മഗ്നീഷ്യം, കാൽഷ്യം, ഇതുപോലുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കൊണ്ട് ബ്രഡികാർഡിയ വരാം. അടുത്തത് ഈ സ്ലീപ്പ് അപ്പിനിയ വരുമ്പോൾ ചിലപ്പോൾ ബ്രഡികാർഡിയ വരാം. ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴും ബ്രഡികാർഡിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബ്രഡികാർഡിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തലച്ചുറ്റൽ വരാം, കണ്ണിലിരുട്ട് കയറാം, ബോധക്ഷയം വരാം, കതപ്പ് വരാം, നെഞ്ചുവേദന വരാം, ലൈറ്റ് ഹെഡഡ്നെസ്, ഇതൊക്കെയാണ് ബ്രഡികാർഡിയയുടെ സിംറ്റംസ്. അടുത്തതായിട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്രഡികാർഡിയ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഫിസിയോളജിക്കൽ ബ്രഡികാർഡിയയ്ക്ക് യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പാത്തോളജിക്കൽ ബ്രഡികാർഡിയയ്ക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണെങ്കിൽ ആ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കറക്റ്റ് ചെയ്യുക. സ്ലീപ്പ് അപ്പിനിയ, അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഡ്രഗ്സ് കൊണ്ടുള്ള ബ്രഡികാർഡിയ ആണെങ്കിൽ ആ ഡ്രഗ്സിൻ്റെ ഡോസ് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ ബ്രഡികാർഡിയ വന്നത് അതനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രഗ്സ് കൊണ്ടാണെങ്കിൽ
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബീറ്റാ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഡീഗോക്സിൻ, ഇതൊക്കെ കൊണ്ട് ബ്രഡികാർഡിയ വരാം. അപ്പോൾ അതിൻ്റെ ഡോസ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കൊണ്ട് ചിലപ്പോൾ ബ്രഡികാർഡിയ വരാം. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതുപോലെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതുപോലെ സ്ലീപ്പ് അപ്നിയ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ആങ്സൈറ്റി, സ്ട്രെസ്സ്. അതുപോലെ അക്യൂട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓക്സിജൻ കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും, അതുപോലെ ടെമ്പററി പേസ് മേക്കർ വെക്കേണ്ടി വരും, അതുപോലെ മരുന്നുകൾ, ചില മരുന്നുകൾ അട്രോപ്പിൻ പോലുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ അക്യൂട്ട് മാനേജ്മെൻറ്റ്. അതുപോലെ ക്രോണിക് മാനേജ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് പെർമനൻ്റായിട്ട് പേസ് മേക്കർ വെക്കുക, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. അതുപോലെ ഹാർട്ട് ബ്ലോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ്, കാർഡിയോമയോപ്പതിയുടെ ട്രീറ്റ്മെൻറ്റ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ECG, റെസ്റ്റിംഗ് ECG വേണം, ആംബുലേറ്ററി ECG, എക്സ്റേ ചെസ്റ്റ്. ഈ കാർഡിയോമയോപ്പതിയൊക്കെ നമുക്ക് എക്സ്റേ ചെസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്കോ കാർഡിയോഗ്രാം, MRI, കാർഡിയാക് MRI. അതുപോലെ ബ്ലഡ് ടെസ്റ്റ്, ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ബ്ലഡ് ടെസ്റ്റ്, ഹൈപ്പോതൈറോയിഡിസം കണ്ടുപിടിക്കാനായിട്ട് ബ്ലഡ് ടെസ്റ്റ്. അതിന് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്നാണ് ഈ ഹൈപ്പോതൈറോയിഡിസം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിൻ്റെ പേര്. അതുപോലെ സ്ലീപ്പ് അപ്നിയ കണ്ടുപിടിക്കാനുള്ള സ്പെഷ്യൽ ടെസ്റ്റുകൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കൊരു ബ്രഡികാർഡിയനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.